നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഭയത്തോടുകൂടി കേൾക്കേണ്ട ഒരു വാർത്തയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ സ്കൂളിൽ പോകുന്ന ഈ വിദ്യാർത്ഥിയുടെ ബാഗിൽ പുസ്തകങ്ങളും പാഠപുസ്തകവും അതുമായി ബന്ധപ്പെട്ട ജോമെട്രി ബോക്സുകളും ഭക്ഷണവും കുടയും ഒക്കെ കാണും. പക്ഷേ ഇവിടെ വെറും 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ബാഗിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുക്കളാണ്. നാസിക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസാധാരണ വസ്തുക്കൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും. 8ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്ന് കണ്ടെത്തിയത് ഗർഭനിരോധന ഉറകളും സൈക്കിൾ ചെയിനും കത്തിയും ചീട്ടുമായിരുന്നു. നാസിക്കിലെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പലിന്റെ പരിശോധനയ്ക്കിടയിലാണ് 8ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നും ഇവയെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായാണ് നാസിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിച്ചത്. കുട്ടികളുടെ അസാധാരണമായ ഈ ഹെയർ സ്റ്റൈൽ കണ്ടാണ് അധ്യാപകർ പരിശോധന നടത്തിയത്. തുടർന്ന് കുട്ടികളുടെ ബാഗിൽ നിന്നും കത്തിയും സൈക്കിൾ ചെയിനും ഗർഭനിരോധന ഉറകളും പോലുള്ളവയും കണ്ടെത്തിയിരുന്നു. സ്കൂളിൽ നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാജി മാജി എന്ന എക്സ് അക്കൗണ്ടിലൂടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഈ ഗോട്ടിയിലെ ഒരു സ്വകാര്യ സ്കൂളിലാണ് പരിശോധന നടത്തിയത് എന്നാണ് വിവരം. കുട്ടികളിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് മാത്രമല്ല ഇത്തരം വസ്തുക്കൾ ലഭിച്ചത് എന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പറയുന്നു. പല കുട്ടികളുടെയും ബാഗുകളിൽ ഇത്തരം വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതേസമയം കുട്ടികളുടെ ബാഗ് പരിശോധിക്കാനുള്ള സ്കൂൾ അധികൃതരുടെ നടപടിയെ കുട്ടികളുടെ രക്ഷിതാക്കൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. സമാനമായ പ്രവർത്തികൾ നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിൽ സ്കൂളുകളിൽ ഇത്തരം വസ്തുക്കൾ കയറ്റാൻ പോലും കുട്ടികൾ മടിക്കുമായിരുന്നു. ബാഗിൽ നിന്നും ലഭിച്ച ഈ വസ്തുക്കൾ കൈകൊണ്ട് പോലും എടുക്കാൻ പ്രായമായിട്ടില്ലാത്ത ഘട്ടത്തിൽ കൂടിയാണ് കുട്ടികളുടെ ബാഗിൽ നിന്നും ഇതെല്ലാം തന്നെ ലഭിക്കുന്നത്. പുസ്തകത്തിന്റെ ഇടയിൽ നിന്നുമാണ് ഇവയെല്ലാം ലഭിച്ചത് എന്നുകൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. നമ്മുടെ കേരളത്തിലും സമാനമായ സംഭവ വികാസങ്ങൾ പലതും നടന്നിട്ടുണ്ട്. എന്നാൽ സ്കൂളിന്റെ പേരിന് കളങ്കം വരുമെന്ന പേടിയിൽ ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്ത് വിടുകയും വാർത്ത പുറത്തു വരാതിരിക്കാൻ പല കളികൾ ഇതിനിടയിൽ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയോ ലീക്കായ വീഡിയോയിൽ നിന്നുമാണ് ഇത്തരം സംഭവ വികാസങ്ങൾ അറിയുന്നത്. നാസിക്കിലല്ലേ, അതിനിപ്പോൾ എന്താണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഒരുപക്ഷെ ഇതെല്ലാം അല്ലെങ്കിൽ ഇതിൽ ചിലതൊക്കെ നമ്മുടെ കുട്ടികളുടെ ബാഗിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത, അത്തരം സാഹചര്യമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ കൂട്ടുകൂടുന്ന ഓരോ വ്യക്തികളും അവരെ ഓരോ നിമിഷവും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. കൂട്ടുകെട്ടുകൾ മാത്രമല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അച്ഛന്റെയും അമ്മയുടെയും പെരുമാറ്റം, അച്ഛനും അമ്മയും കുട്ടികളോടുള്ള പെരുമാറ്റം, ഇവയെല്ലാം തന്നെ കുട്ടികളെ വല്ലാണ്ട് ബാധിക്കുകയുണ്ട്. ജോലിക്ക് പോകണമെന്ന ഒരൊറ്റ കാരണത്താൽ അവനെ അകറ്റി നിർത്തും തോറും കുട്ടികൾ മറ്റുള്ളവരുമായി അടുത്തുകൊണ്ടേയിരിക്കും. ആ മറ്റുള്ളവരുമായുള്ള അടുക്കൽ ഒരുപക്ഷെ കുട്ടികളുടെ ബാഗിനകത്ത് ഇതെല്ലാം ഇടാനുള്ള സാഹചര്യമായിരിക്കാം ഒരുക്കി കൊടുക്കുന്നത്. എന്തായാലും പേടിപ്പെടുത്തുന്ന ചില വാസ്തവം തന്നെയാണ് സ്കൂൾ ബാഗിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരിടത്ത് 10 വയസ്സുകാരിയുടെ കൊലപാതകം സംബന്ധിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് രംഗത്ത് വരികയാണ്. സാമ്രാട് നഗറിലെ അപ്പാർട്ട്മെന്റിൽ കെട്ടിടത്തിന് താഴെ ഓടയോട് ചേർന്ന് കുട്ടിയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് നിർണായക വിവരം പുറത്തുവരുന്നത്. സംഭവത്തെ തുടർന്നുള്ള അതിവേഗ അന്വേഷണത്തിലാണ് 19 വയസ്സുള്ള ആസിഫ് മൻസൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറയുകയാണ്. താഴേക്കെന്തോ വീഴുന്ന ശബ്ദം കേട്ട അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സ്ത്രീകളാണ് പോലീസിനെയും മറ്റ് അധികൃതരെയും വിവരം അറിയിക്കുന്നത്. വിവരം നൽകിയതോടുകൂടി പോലീസ് സ്ഥലത്തെത്തി. കനാലിന് സമീപം കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നും കഴുത്തറത്ത് കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ കേസിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം വേഗത്തിലാക്കി. തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടിക്കൊപ്പം കളിച്ചിരുന്ന കൂട്ടുകാരുടെ മൊഴിയാണ് പ്രതിയെ തിരിച്ചറിയാൻ വഴിത്തിരിവായത്. കെട്ടിടത്തിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പെൺകുട്ടിയെ കളിപ്പാട്ടം നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി താൻ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കെട്ടിടത്തിലെ 6ാം നിലയിൽ മുറിയിലെത്തിച്ച ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ഇതിനുശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും പെൺകുട്ടിയുടെ മൃതദേഹം കുളിമുറിയുടെ ജനലിൽ കൂടി പുറത്തേക്ക് എറിയുകയുമായിരുന്നു. കളിപ്പാട്ടം നൽകാമെന്ന് പറഞ്ഞ് 10 വയസ്സുകാരിയെ കൂട്ടിക്കൊണ്ടുപോയത് ആസിഫ് മൻസൂരിയാണ് എന്ന് ഈ കുട്ടി മൊഴി നൽകി. ഇയാളെ കുട്ടി തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി കെട്ടിടത്തിലെ എല്ലാ ഫ്ളാറ്റുകളും പോലീസ് പരിശോധിച്ചു. ഈ സമയം പ്രതിയുടെ ഫ്ളാറ്റിലെ കുളിമുറിയിലെ ജനൽ തുറന്നു കിടക്കുന്നതായി കണ്ടെത്തി. മാത്രമല്ല, പ്രതിയുടെ ഫ്ളാറ്റിൽ നിന്ന് പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ കീറിയ ഭാഗവും പോലീസ് കണ്ടെത്താൻ സാധിച്ചു. അറസ്റ്റിലായ ആസിഫ് മൻസൂരി ബീഹാർ സ്വദേശിയാണെന്നും ജോലിക്കായാണ് ഇവിടെ എത്തിയത് എന്നുമാണ് റിപ്പോർട്ട്. അതേസമയം മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്
യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഭാര്യ അറസ്റ്റിലെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഉത്തർപ്രദേശിലാണ് നാട്ടിൽ നടുക്കിയ ഈ സംഭവം നടന്നിരിക്കുന്നത്. കിടപ്പുമുറിയിൽ നിന്നും അസാധാരണ നിലവിളി ശബ്ദം കേട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. വീട്ടുകാർ പൊടുന്നനെ ഓടിയെത്തിയപ്പോൾ കണ്ടത് യുവാവിന്റെ മൃതദേഹമായിരുന്നു. പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് നടക്കുന്ന കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. റെയിൽവേയിൽ ടെക്നീഷ്യനായ യുവാവിന്റെ മരണത്തിൽ ട്വിസ്റ്റ് അറിയുന്നത് പിന്നാലെയാണ്. വീട്ടുകാർക്ക് സംശയമൊന്നും ഇല്ലാതിരുന്നുവെങ്കിലും അവസാന നിമിഷം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചതോടുകൂടിയാണ് സംഭവം കൊലപാതകമാണെന്ന് അറിയുന്നത്. യുപിയിലെ ബിജ്നോർ സ്വദേശിയായ ദീപക് കുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭാര്യ ശിവാനിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച നവരാത്രി പൂജയ്ക്കിടെയാണ് 29-കാരനായ റെയിൽവേ ടെക്നീഷ്യൻ ദീപക് കുമാർ മരിക്കുന്നത്. കുഴഞ്ഞു വീണ് മരിച്ചെന്നും ഹൃദയാഘാതം സംഭവിച്ചതാണ് എന്നും ഭാര്യ ശിവാനി ബന്ധുക്കളെ അറിയിച്ചു. സ്വാഭാവിക മരണമാണെന്ന് കരുതിയ വീട്ടുകാർ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്തു. പക്ഷേ സർക്കാർ ജോലിക്കാരനായതിനാൽ തന്നെ ഭാവിയിൽ ആശ്രിത ജോലിക്കും മറ്റും തടസ്സമുണ്ടാകാതിരിക്കാൻ അവസാന നിമിഷം പോസ്റ്റ്മോർട്ടം നടത്താൻ മാതാപിതാക്കൾ തീരുമാനവും എടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദീപകിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തി ദീപകിന്റെ ഭാര്യ ശിവാനിയെ അറസ്റ്റ് ചെയ്തു. മറ്റൊരാളുടെ സഹായത്തോടെയാണ് ശിവാനി കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാൾ ആരാണെന്ന് പോലീസ് വ്യക്തമായിട്ടില്ല. റെയിൽവേയിലെ ജോലി കിട്ടാനാണ് ശിവാനി ഈ ക്രൂരത ചെയ്തത് എന്നാണ് ദീപകിന്റെ മാതാപിതാക്കൾ പറയുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് ബിജ്നോർ SP സജീവ് വാജ്പേയി വ്യക്തമാക്കി. 2023 ജൂൺ 17-നാണ് ദീപക്കും ശിവാനിയും വിവാഹിതരായത്. ദമ്പതികൾക്ക് 6 മാസം പ്രായമുള്ള മകനുമുണ്ട്. നജിബാബല്ലെ ആദർശ് നഗർ കോളനിയിലെ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത്. 2023 മാർച്ച് റെയിൽവേയിൽ ചേരുന്നതിന് മുൻപ് ദീപക് CRPF-ൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. ശിവാനിയും ദീപകിന്റെ അമ്മയും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടായിരുന്നുവെന്ന് ദീപകിന്റെ സഹോദരൻ പറഞ്ഞു. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കി.